ഐസൻ തുടരുന്നുണ്ട്. ഇപ്പോൾ ഐസൻ 3 പേരുടെ മാത്രം പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ മോചനം എപ്പോഴത്തേക്ക് സാധ്യമാകാനാണ് സാധ്യത? നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളെന്ന് കരുതാവുന്ന വിവരങ്ങളനുസരിച്ച് 100 പേരാണ്, അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 98 പേരാണ് ഇപ്പോൾ ബന്ദികളായി ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 100 പേർ തന്നെ ഉണ്ട് എന്നൊരു പ്രാഥമിക അനുമാനത്തിലാണ് ഉള്ളത് എങ്കിൽ കൂടി ഇസ്രായേൽ പറയുന്നത് അത് 60 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം മരിച്ചിട്ടുണ്ട് എന്ന ഒരു നിലപാട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായി. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം, അല്ലെങ്കിൽ അത്തരത്തിലല്ല എത്ര പേർ ജീവിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ളൊരു സ്ഥിരീകരണമൊന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ 3 ഘട്ടങ്ങളായി മോചിപ്പിക്കുമ്പോൾ 33, 33, 34 അങ്ങനെ 3 ഘട്ടങ്ങളായി ഇവരുടെ മോചനം, 3 ഘട്ടങ്ങളിൽ 3 സംഖ്യകളായി ഇവരുടെ മോചനം സാധ്യമാക്കണമെന്നായിരുന്നു നീക്കം. അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പുറത്തുവിടേണ്ടത് 33 ബന്ദികളെയാണ്. ആ 33 ബന്ദികളെ പുറത്തുവിടുന്നതിൻ്റെ ആദ്യ പടിയായാണ് 3 സ്ത്രീകളുടെ, ഇപ്പോൾ നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ 3 സ്ത്രീകളുടെ മോചനം സംബന്ധിച്ച പട്ടിക പുറത്തു വരികയും ചെയ്തത്. ഈ 3 വനിതകളുടെ മോചനം സംബന്ധിച്ച പട്ടിക പുറത്തു വരുന്നത് നമുക്കറിയാവുന്നതാണ്. ഇൻ്റർനാഷണൽ റെഡ് ക്രോസിന് കൈമാറുക, അത്തരത്തിൽ അല്ലെങ്കിൽ ആ മീഡിയേറ്റർ ആരാണോ ഇതിന് മധ്യസ്ഥൻ വഹിക്കുന്നത്, ആ മധ്യസ്ഥം വഹിക്കുന്ന സൈന്യത്തിന് ഇവരെ കൈമാറി അവരവിടെ എത്തിയതിന് ശേഷം പല തുടർ നീക്കങ്ങളും ഇനി നടക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, ശക്തമായൊരു സൈനിക ബന്ദോബസ്ത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഹമാസിൻ്റെ പരിസരങ്ങളിൽ ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ സൈനിക ബന്ദോബസ്തിൽ നിന്നും അവരെ പിൻവലിക്കുക, അല്ലെങ്കിൽ ആ സൈന്യത്തെ പിൻവലിക്കുക എന്ന നീക്കത്തിന്, അല്ലെങ്കിൽ ആ കമാൻഡ് നൽകണമെങ്കിൽ ഈ യാഥാർത്ഥ്യമാകണം. അതായത് ഈ ബന്ദികളെ മോചിപ്പിക്കുന്നത് യാഥാർത്ഥ്യമാവുകയും ഒന്നൊന്നായി ബന്ദികളുടെ മോചനം സാധ്യമാവുകയും വേണമെന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ 3 പേരുടെ മോചനത്തിനുള്ള പട്ടിക തയ്യാറാക്കി അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ തന്നെ തുടർന്നും 30 പേരുടെ മോചനത്തിനുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ഐസനാണ് വിവരങ്ങൾ നൽകിയത്. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ബന്ദികളിൽ 3 പേരുടെ പട്ടികയാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്.